السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സംഘടനാ നേതാക്കന്മാരെ, മഹല്ല് ഭാരവാഹികളെ, പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലേവരിലും സദാ വർഷിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിൻ്റെ സുന്ദരമായ ദീൻ, അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള നമ്മുടെ ഈ ഒത്തുകൂടൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. മനുഷ്യരായ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞു നൽകിയ കോടാനക്കോടി അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ അനുഭവിച്ചും ആസ്വദിച്ചും ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ ഒരു ശ്രമം നടത്തിക്കഴിഞ്ഞാൽ അതിന് സാധ്യമല്ല എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നത്. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ
എണ്ണിക്കണക്കാക്കാനുള്ള ശ്രമം നടത്തിയാൽ അതിന് മനുഷ്യരെ കൊണ്ട് സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ കലാമിലൂടെ അറിയിക്കുകയാണ്. നാം ഈ ഭൂമി ലോകത്തേക്ക് വന്നതിന് ശേഷം മാത്രമല്ല, ഈ ഭൂമി ലോകത്തേക്ക് വരുന്നതിന് മുമ്പ് ഏകദേശം ഒരു 9 മാസക്കാലത്തോളം നമ്മുടെ ഉമ്മമാരുടെ ഗർഭാശയത്തിലാണ് നാം കഴിച്ചുകൂട്ടിയത്. മനുഷ്യ ജീവിതത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഒരു നുത്ഫത്തായിരുന്നു, ഒരു ബീജബിന്ദുവായിരുന്നു എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആദ്യ അവസ്ഥ എന്ന് പറയുന്നത് കണ്ണുകൾ കൊണ്ട് നേർക്ക് നേരെ നോക്കിയാൽ കാണാൻ കഴിയാത്തത്ര ചെറിയ ഒരു ബിന്ദുവായിരുന്നു, ഒരു ബീജഗണമായിരുന്നു മനുഷ്യരായ നാം. അതിനു മുമ്പ് പറയപ്പെടാവുന്ന യാതൊന്നുമല്ലാത്തൊരു കാലം മനുഷ്യരായ നമുക്ക് കഴിഞ്ഞുപോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുകയാണ്, ഹൽ അതാ അലൽ ഇൻസാൻ ഹീനും മിനദ് ദഹർ, തീർച്ചയായും മനുഷ്യ നിനക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ? ഹീനും മിനദ് ദഹർ, നിശ്ചിതമായ ഒരു കാലഘട്ടം. ലം യകുൻ ശൈഅം മദ്കൂറ, പറയപ്പെടാവുന്ന യാതൊന്നുമല്ലാത്തൊരു കാലം. ഇപ്പൊ നമുക്കൊക്കെ ഒരു അഡ്രസ് ഉണ്ട്, എന്നാൽ അഡ്രസ് ഇല്ലാത്തൊരു കാലം എനിക്കും നിങ്ങൾക്കും മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ തുടക്കം എന്ന് പറയുന്നത് നുത്ഫത്തായിരുന്നു. ആ നുത്ഫത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അലക്കത്താക്കി മാറ്റുന്നു, ഒരു ചെറിയ രക്തക്കട്ടയാക്കി മാറ്റുകയാണ്. അതിനെ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുളഅത്താക്കി മാറ്റുന്നു, ഒരു മാംസ കഷ്ണമാക്കി മാറ്റുന്നു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അസ്ഥികൂടമാക്കി മാറ്റുന്നു, അതിനെ എല്ലുകൾ കൊണ്ട് പൊതിയുന്നു. പിന്നീട് ആ എല്ലുകൾക്ക് മീതെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാംസം കൊണ്ട് പൊതിയുന്നു. അങ്ങനെ ഒരു 9 മാസക്കാലം കൊണ്ട് അല്പാൽപമായി ഘട്ടം ഘട്ടമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വളർത്തിക്കൊണ്ടുവന്നു. ഒരു 9 മാസമായപ്പോൾ, ഒരു 10 മാസമായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തിഫിലാക്കി, ഒരു കുഞ്ഞാക്കി നമ്മെ ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ചു. ആ ഉമ്മയുടെ ഗർഭാശയത്തിൽ ആ 3 ഇരുട്ടറകൾക്കുള്ളിൽ ഞാനും നിങ്ങളും കഴിഞ്ഞ സമയം ഉമ്മമാർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു വിഹിതം പൊക്കിൾ കൊടിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ച് പടിപടിയാക്കി നമ്മളെ വളർത്തി. ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് എന്നെയും നിങ്ങളെയും കൊണ്ടുവന്നു. ഇനി ഈ ഭൂമി ലോകത്തേക്ക് എത്തിയതിനു ശേഷം നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് എന്തെല്ലാമാണോ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമുള്ളത്, കോടാനക്കോടി അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമുക്ക് നൽകുകയാണ്. ഈ ഭൂമി ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും മനുഷ്യരായ നമുക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ ബഖറയിലെ 29-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, മനുഷ്യരെ ഈ ഭൂമി ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും മുഴുവൻ വസ്തുക്കളും നിങ്ങൾക്ക് വേണ്ടിയാണ് നാം പടച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത്രമാത്രം അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കി തന്നപ്പോൾ എന്തിനാണ് എന്നെയും നിങ്ങളെയും ഈ ഭൂമി ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചത് എന്ന്, നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമെന്ത് എന്ന് കൃത്യമായി ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. 51-ാം അധ്യായത്തിന്റെ 56-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, തീർച്ചയായും മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും നാം പടച്ചിട്ടുള്ളത് എനിക്കു മാത്രം ഇബാദത്തുകൾ അർപ്പിക്കാൻ വേണ്ടിയാണ്. അതിനാണ് അല്ലാഹു നമുക്ക് ഈ ജീവിതം തന്നത്. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണിയാൽ ഒടുങ്ങാത്തത്ര അനുഗ്രഹങ്ങൾ തന്ന് നമ്മെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തത് അതിനു വേണ്ടിയാണ്. റബ്ബിനെ മാത്രം ഇബാദത്ത് അർപ്പിക്കുക എന്നതാണ് അല്ലാഹു നമ്മെ ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ചതിന്റെ ലക്ഷ്യമായി കൊണ്ട് ഖുർആൻ പഠിപ്പിക്കുന്നത്. ആ റബ്ബിനെയാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത്
മനുഷ്യരായ നമ്മളുമായി ചേർന്നു നിൽക്കുന്നവരായിട്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തരുന്നത്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 186-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എന്നെപ്പറ്റി എൻ്റെ ദാസന്മാർ നബിയെ താങ്കളോട് ചോദിക്കുകയാണെങ്കിൽ എന്നെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഫഇന്നി ഖരീബ്, തീർച്ചയായും ഞാൻ അവരുടെ അടുത്തുള്ളവനാണ്. ഉജീബു ദഅവത്തദ്ദാഇ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഇജാബത്ത് നൽകണമെങ്കിൽ പ്രധാനപ്പെട്ട ഒരു നിബന്ധനയായി പഠിപ്പിക്കുകയാണ്, ഇദാ ദഅാൻ, എന്നോട് മാത്രമാണ് അവൻ തേടുന്നതെങ്കിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് അവന് മാത്രം ഇബാദത്തുകൾ അർപ്പിക്കാൻ വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മാത്രമായിരിക്കണം ആരാധനകൾ അർപ്പിക്കേണ്ടതെന്ന് പഠിപ്പിക്കാനുള്ള കാരണം? പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മാത്രമേ ആരാധനകൾ അർപ്പിക്കാൻ പാടുള്ളൂ, അവരോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. മരണപ്പെട്ടു പോയവരോട്, അമ്പിയാക്കന്മാരോട്, ഔലിയാക്കന്മാരോട്, ബീവിമാരോട്, തങ്ങന്മാരോട്, ശൈഖുമാരോട്, അങ്ങനെയുള്ള വ്യക്തികളോടോ ശക്തികളോടോ നിങ്ങൾ പ്രാർത്ഥിക്കരുത്, സഹായാർത്ഥന നടത്തരുത്, റബ്ബിനോട് മാത്രമേ തേടാവൂ എന്ന് പറയാൻ കൃത്യമായി ഖുർആൻ കാരണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് അവനാണ് സൃഷ്ടാവ് എന്നതാണ്. അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹുവാണ് മനുഷ്യരായ നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സൃഷ്ടാവിന് മാത്രമായിരിക്കണം ആരാധനകൾ അർപ്പിക്കേണ്ടത് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ ബഖറയിലെ 21-ാമത്തെ ആയത്തിലൂടെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് ആരാധനകൾ അർപ്പിക്കണം, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിന് ആരാധനകൾ അർപ്പിക്കണം. ആരാണ് അല്ലാഹു? അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനാണ്. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ മനുഷ്യരെയും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ മുഴുവൻ ആളുകളെയും സൃഷ്ടിച്ചവൻ അവനാണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്ന ആളുകളായി തീരാൻ വേണ്ടിയാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച ഏകനായ റബ്ബിനെ മാത്രമായിരിക്കണം നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് അല്ലാഹു എല്ലാ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് ആവശ്യപ്പെടുകയാണ്. ഇനി നോക്കൂ നിങ്ങൾ, അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് ആരാധനകൾ അർപ്പിക്കരുത് എന്ന് പറയാനുള്ള കാരണം, അവരാരും ഒന്നിനെയും പടക്കാത്തവരാണ്, സൃഷ്ടിക്കാത്തവരാണ്. കൃത്യമായി 16-ാം അധ്യായത്തിന്റെ 19-20 വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, വല്ലദീന യദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആളുകൾ ലാ യഖ്ലുഖൂന ശൈആ, അവർ ഒന്നിനെയും പടക്കാത്തവരാണ്. വഹും യുഖ്ലഖൂൻ, അവർ തന്നെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യമുണ്ട്, അംവാതുൻ വൈറു അഹ്യാ, അവർ മരിച്ചുപോയ ആളുകളാണ്. വൈറു അഹ്യാ, ജീവനുള്ളവരല്ല. വമാ യശ്ഉറൂന അയ്യാന യുബഅസ്, അവിടെ കുടിമാടങ്ങളിൽ നിന്ന് എന്നാണ് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന കാര്യം പോലും അറിയാത്തവരാണവർ. ആരെക്കുറിച്ചാ പറഞ്ഞത്? അള്ളാഹുവിന് പുറമെയുള്ള ആരാധ്യന്മാരെ കുറിച്ച് അള്ളാഹു നമ്മളോട് അറിയിക്കുകയാണ്. അവർ മരിച്ചുപോയവരാണ്, ജീവനില്ലാത്തവരാണ്. അവർ തന്നെ എന്നാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന കാര്യം പോലും അറിയാത്തവരാണവർ എന്ന് കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ ഈ ലോകത്തോട് ജീവിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞ ആളുകളാണ്. അവർ മരണപ്പെട്ടു പോയവരാണ്, അവർ ജീവനില്ലാത്ത ആളുകളാണ്. അവരോട് നിങ്ങൾ തേടരുത്, ഒന്നിനെയും പടക്കാൻ കഴിയാത്തവരാണ്. അവർ തന്നെ പടക്കപ്പെട്ടവരാണ്, സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് സൃഷ്ടാവായ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് അള്ളാഹു കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, 22-ാം അധ്യായം സൂറത്തു ഹജ്ജിന്റെ 73-ാം വചനം. എല്ലാ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, ളുരിബ മസലുൻ, നിങ്ങൾക്കിതാ ഒരു ഉദാഹരണം വിശദീകരിക്കുകയാണ്.
ഫസ്തമിഉ ലഹു, ആ ഉദാഹരണം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണേ. ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാ, തീർച്ചയായും അല്ലാഹുവിന് പുറമെ വിളിച്ചു തേടുന്ന ആളുകൾ ലൻ യഖ്ലുഖൂ ദുബാബാ, ഒരു ഈച്ചയെ പോലും പടക്കാൻ കഴിയാത്തവരാണ് അവർ. അല്ലാഹുവിന് പുറമെ ലോകത്ത് കോടിക്കണക്കിന് ആരാധ്യന്മാരുണ്ട്. ആ ആരാധ്യന്മാരുടെ ദുർബലതയാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അവർക്കൊരു നിസ്സാരമായ പ്രാണിയെപ്പോലും, ഒരു ഈച്ചയെപ്പോലും പടക്കാൻ കഴിയില്ല. വലവിജ്തമഉ ലഹു, അതിനുവേണ്ടി അവരെല്ലാവരും സംഗമിച്ചാൽ പോലും ഒരു ഈച്ചയെ പടക്കാൻ ലോകത്തുള്ള അള്ളാഹുവിന് പുറമെയുള്ള ആളുകൾ ആരെയെല്ലാം വിളിച്ചു തേടുന്നുവോ ആ ആരാധ്യന്മാരെല്ലാം ഒരിടത്ത് സംഗമിച്ച് ശ്രമിച്ചാലും ഒരു നിസ്സാരമായ ജീവനുള്ള പ്രാണിയെ പടക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. മാത്രമല്ല ഒരു ഈച്ച, ഒരു പ്രാണി അവരിൽ നിന്ന് എന്തെങ്കിലും തട്ടിയെടുത്താൽ ആ തട്ടിയെടുക്കപ്പെട്ടവയെ തിരിച്ചെത്തിക്കാൻ പോലും കഴിവില്ലാത്തവരാണ്. അപേക്ഷിക്കുന്നവനും അപേക്ഷിക്കപ്പെടുന്നവനും എത്ര ദുർബലനാണ്. അതുകൊണ്ട് അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ്, ബാക്കി എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടവരാണ്, ബാക്കി എല്ലാവരും മഖ്ലൂക്കീങ്ങളാണ്. അതുകൊണ്ട് മഖ്ലൂക്കീങ്ങൾ ആരാധനക്കർഹരല്ല, ആരാധനക്കർഹൻ സൃഷ്ടാവ് മാത്രമാണെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാരണം, അള്ളാഹുവാണ് അനുഗ്രഹദാതാവ്. നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല തന്നതാണ്. അതുകൊണ്ട് ആ റബ്ബിന് സമന്മാരെ സൃഷ്ടിക്കരുതെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ ബഖറയിലെ 22-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ, ഭൂമിയെ വാസയോഗ്യമാക്കിയവനാണവൻ. വസ്സമാഅ ബിനാഅ, ആകാശത്തെ മേൽപ്പുരയാക്കിയവനാണവൻ. വഅൻസല മിനസ്സമാഇ മാഅ, ആകാശത്തു നിന്ന് അനുഗ്രഹത്തിന്റെ മഴ വർഷിപ്പിക്കുന്നവനാണവൻ. ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, നിങ്ങൾക്ക് റിസ്ഖാക്കിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ധാരാളക്കണക്കിന് ഫലവർഗ്ഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയാണ്. ഈ അനുഗ്രഹദാതാവായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുകയാണ്, ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ വ അൻതും തഅലമൂൻ. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അല്ലാഹുവിനെ സമന്മാരെ സൃഷ്ടിക്കരുത്. അനുഗ്രഹദാതാവ് അല്ലാഹുവാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കെ, മനസ്സിലാക്കിയിരിക്കെ, ആ അനുഗ്രഹദാതാവിന് നിങ്ങൾ പങ്കാളികളെ സൃഷ്ടിക്കരുതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ കലാമിലൂടെ നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് അനുഗ്രഹദാതാവായ റബ്ബിനു മാത്രമായിരിക്കണം നമ്മൾ ആരാധനകൾ അർപ്പിക്കേണ്ടത് എന്ന് കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇനി എന്തുകൊണ്ടാണ് റബ്ബിന് മാത്രം ആരാധനകൾ അർപ്പിക്കേണ്ടത്? അവനാണെല്ലാം കേൾക്കുന്നവൻ, അവനാണെല്ലാം കാണുന്നവൻ. അല്ലാഹുവല്ലാത്ത ബാക്കിയുള്ള ആളുകളെല്ലാം എല്ലാം കേൾക്കുന്നവരല്ല, എല്ലാം കാണുന്നവരല്ല. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തി തരുന്നത് അള്ളാഹു സമീ ആണെന്നാണ്. എല്ലാം കേൾക്കുന്നവനാണ് റബ്ബ്. അള്ളാഹു ബസീറാണ്, എല്ലാം കാണുന്നവനാണ്. അള്ളാഹു അലീമാണ്, എല്ലാം അറിയുന്നവനാണ്. മനുഷ്യരായ നമ്മുടെ കണ്ണിന്റെ കള്ളനോട്ടങ്ങളെ പോലും അറിയുന്നവരാണ് കൃത്യമായി റബ്ബ്. യഅലമു ഖായിനത്തൽ അയുനി, കണ്ണിന്റെ കള്ളനോട്ടങ്ങളെ പോലും അറിയുന്നവനാണവൻ. വമാ തുഖ്ഫി സുദൂർ, ഹൃദയാന്തരങ്ങളിൽ നാം ഒളിപ്പിച്ചു വെക്കുന്ന നമ്മുടെ വികാര വിചാരങ്ങൾ വരെ കൃത്യമായി അറിയുന്നവനാണ് റബ്ബ്. അള്ളാഹുവിനെല്ലാം അറിയാം, അള്ളാഹുവിനെല്ലാം കാണാം. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ മറച്ചു വെക്കുന്ന സ്വകാര്യതകൾ വരെ അറിയുന്നവനാണ്, കാണുന്നവനാണ് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു. നമ്മൾ പറയുന്ന സ്വകാര്യമായ വർത്തമാനങ്ങൾ പോലും കേൾക്കുന്നവനാണ് റബ്ബ്. എന്നാൽ അള്ളാഹു വല്ലാത്ത ശക്തികളുടെ പ്രത്യേകത എന്താണ്? അള്ളാഹു വല്ലാത്ത മറ്റു ആരാധ്യന്മാരുടെ പ്രത്യേകത എന്താണ്? അവർക്ക് കേൾക്കാൻ പോലും കഴിയില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. 35-ാം അധ്യായത്തിന്റെ 14-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, ഇൻ തദ്ഊഹും, നിങ്ങൾ അവരോട് തേടിയാൽ, അല്ലാഹു വല്ലാത്ത ആരോട് നിങ്ങൾ തേടിയാലും, ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. വലൗ സമിഉ, ഇനി കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെയും,
മസ്തജാബുലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യും എന്ന് കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇനി ഒരു LKG-യിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന ഉദാഹരണങ്ങൾ നിരത്തി റബ്ബ് സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോയ ആളുകളെ കേൾപ്പിക്കാൻ കഴിയില്ല, മരിച്ചുപോയ മനുഷ്യരെ നിങ്ങൾക്ക് വിളി കേൾപ്പിക്കാൻ കഴിയില്ല എന്ന് ചെറിയ കുഞ്ഞു മക്കൾക്ക് പോലും മനസ്സിലാകുന്ന ഉദാഹരണങ്ങൾ നിരത്തി ഖുർആൻ പഠിപ്പിക്കുകയാണ്. 35-ാം അധ്യായം സൂറ ഫാത്തിറിന്റെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വമാ യസ്തവിൽ അഅമാ വൽ ബസീർ, കണ്ണ് കാണുന്നവനും കണ്ണ് കാണാത്തവനും ഒരുപോലെയല്ല. വലല്ലുലുമാതു വലന്നൂർ, ഇരുട്ടും വെളിച്ചവും ഒരുപോലെയല്ല. വലല്ലില്ലു വലൽ ഹറൂർ, തണലും വെയിലും ഒരുപോലെയല്ല. ലോകത്താർക്കും തർക്കമില്ലാത്ത 3 കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഇതൊന്നും ഒരുപോലെയല്ലെന്ന് വിശദീകരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വമാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത്, ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും ഒരുപോലെയല്ല. ഇത് പഠിപ്പിക്കാനാണ് ആദ്യം തർക്കമില്ലാത്ത 3 കാര്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞത്. എന്നിട്ട് ആയത്തിന്റെ അവസാനത്തിൽ കാണാൻ കഴിയും, വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ, പ്രവാചകരെ ഖബറാളികളെ വിളി കേൾപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാണ്, ഖബറിലുള്ളവരെ വിളി കേൾപ്പിക്കാൻ പ്രവാചകരെ താങ്കളെ കൊണ്ട് കഴിയില്ല. സൂറത്തുൻ നംലിന്റെ 80-ാം വചനത്തിലും അല്ലാഹു പഠിപ്പിക്കുകയാണ്, ഇന്നക ലാ തുസ്മിഉൽ മൗതാ, തീർച്ചയായും പ്രവാചകരെ മരിച്ചുപോയവരെ കേൾപ്പിക്കാൻ താങ്കളെ കൊണ്ട് കഴിയില്ല. മരണപ്പെട്ടു പോയ ഒരാളെ വിളി കേൾപ്പിക്കാൻ പ്രവാചകന് കഴിയില്ല. ഒരാൾ ഖബറിലായാൽ ആ ഖബറാളിയെ വിളി കേൾപ്പിക്കാൻ പ്രവാചകനെ കൊണ്ട് കഴിയില്ല. പക്ഷേ നമ്മുടെ നാടുകളിൽ ഇന്ന് വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്, ഒരാൾ മരണപ്പെട്ടു, ആ മയ്യത്തിനെ മറവ് ചെയ്തു, തലഭാഗത്തിരുന്നു കൊണ്ട് അറബിയിൽ ഒരു പ്രത്യേകമായ ക്ലാസ് എടുത്തു കൊടുക്കാറുണ്ട്. വജാനിൽ മലക്കാനിൽ കബീറാനിൽ അളീമാനി, ഭീകരന്മാരായ 2 മലക്കുകൾ ഇതാ നിന്റെ അടുക്കലേക്ക് വരാൻ പോവുകയാണ്. അവർ നിന്നെ വിളിച്ചുണർത്തും, അവർ നിന്നെ പിടിച്ചിരുത്തും. എന്നിട്ട് ചോദിക്കും, മൻ റബ്ബുക്ക, നിന്റെ റബ്ബാരാണ്? വമൻ നബിയുക്ക, നിന്റെ നബി ആരാണ്? വമാ ദീനുക്ക, നിന്റെ ദീൻ ഏതാണ്? വമാ ഇമാമുക്ക, നിന്റെ ഇമാമാരാണ്? നിന്റെ ഇമാം ഏതാണ്? ആ സമയത്ത് പറയേണ്ട ഉത്തരം അല്ലാഹു റബ്ബി മുഹമ്മദുൻ നബി ഇസ്ലാമു ദീനി ഖുർആനു ഇമാമി. ഇങ്ങനെ മലക്കുകൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവിടെ പറയേണ്ട മറുപടികൾ എന്താണ്, ഉത്തരങ്ങൾ എന്താണെന്ന് അറബിയിൽ പ്രത്യേകമായ ക്ലാസ് എടുക്കുകയാണ്. 6 അടി മണ്ണിലായി ആ മയ്യത്ത്. അയാൾ പുറത്താണെങ്കിൽ പോലും അയാളുടെ കാതിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ പോലും ആ മയ്യത്തിന് കേൾക്കാൻ കഴിയില്ല. എന്നിരിക്കെ 6 അടി മണ്ണിലാക്കിയതിനു ശേഷം തലഭാഗത്തിരുന്നു കൊണ്ട് അറബിയിൽ ക്ലാസ് എടുത്തു കൊടുക്കുന്നു. അതിന് തെൽക്കീൻ ചൊല്ലിക്കൊടുക്കുക എന്നാണ് സാധാരണ പറയാറുള്ളത്. ഈ ചൊല്ലിക്കൊടുക്കൽ മാത്രമല്ല, ആ മയ്യത്തിനെ മറവ് ചെയ്യുന്നതിന് മുമ്പായി ആ മയ്യത്തിന്റെ കണ്ണ് ഏത് ഭാഗത്തേക്കാണോ കിബിലക്ക് നേരെ തിരിച്ചു കടത്തിയ ആ മയ്യത്തിന്റെ കണ്ണിന് നേരെ ഒരു ശീലയിൽ ഈ പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങളും ഈ 4 ഉത്തരങ്ങളും എഴുതി തൂക്കി വെക്കാറുണ്ട്. ഒരു കമ്പിൽ കുത്തിയിട്ട് ആ ഖബറിന്റെ ചുമരിൽ ആ സൈഡിൽ തറച്ചു വെക്കാറുണ്ട്. മുഖത്തെഴുത്ത് എന്നാണ് അതിന് പറയാറുള്ളത്. എന്തിനാണ് ആ മുഖത്തെഴുത്ത്? എന്തിനാണ് തൽക്കീൻ ചൊല്ലിക്കൊടുത്തത്? ഇനി മലക്കുകൾ ആ ഖബറിലേക്ക് വന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾ മറക്കാതിരിക്കാൻ, ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പിഴച്ചു പോകാതിരിക്കാൻ തലഭാഗത്തിരുന്നു കൊണ്ട് ഉസ്താദുമാർ ക്ലാസ് എടുത്തു കൊടുക്കും. മാത്രമല്ല, ആ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന അതേ ഉസ്താദ് തന്നെ കൈപ്പടയിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ശീലയിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ആ കുറിപ്പുകൾ കോപ്പിയടിക്കാൻ വേണ്ടി, മയ്യത്തിന് കോപ്പിയടിക്കാൻ വേണ്ടി ഖബറിന്റെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കുന്ന ദയനീയമായ രംഗം നേർക്കാഴ്ചയായി നമുക്ക് കാണാൻ കഴിയുകയാണ്. കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുകയാണ്, മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കേൾക്കാൻ കഴിയില്ല, അവർക്ക് കാണാൻ കഴിയില്ല എന്ന് കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുമ്പോൾ അവർക്ക് കോപ്പിയടിക്കാനുള്ള തുണ്ട് കടലാസുകൾ പോലും ഖബറിലേക്ക് ഇട്ടുകൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഖുർആൻ പഠിപ്പിക്കുന്നു, ഇന്നക ലാ തുസ്മിഉ
തസ്മഉൽ മൗത, തീർച്ചയായും പ്രവാചകരെ മരിച്ചുപോയവരെ കേൾപ്പിക്കാൻ താങ്കളെ കൊണ്ട് കഴിയില്ല എന്ന് കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇനി വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കൂ. അമ്പിയാക്കന്മാരുടെ, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ ധാരാളം നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മാത്രമല്ല പരീക്ഷിക്കുന്നത്, നമ്മെ മാത്രമല്ല പരീക്ഷിച്ചിട്ടുള്ളത്, ലോകത്തേക്ക് കടന്നു വന്ന മുഴുവൻ അമ്പിയാക്കന്മാർക്കും വിവിധങ്ങളായ പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ആണയിട്ടുകൊണ്ട് പറഞ്ഞ വിഷയമാണത്. വലനബിലുവന്നക്കും, തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അല്ലാഹു ഉറപ്പിച്ച് തറപ്പിച്ചു പറഞ്ഞ വിഷയമാണ്. അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് അമ്പിയാക്കന്മാർ പോലും ഒഴിവായിട്ടില്ല. ചില പ്രവാചകന്മാർക്ക് അല്ലാഹു നൽകിയ പരീക്ഷണങ്ങളും ആ പരീക്ഷണ ഘട്ടങ്ങളിൽ അവരെന്താണ് ചെയ്തത്, ആരോടാണ് പ്രാർത്ഥിച്ചത്, കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുകയാണ്. മഹാനായ പ്രവാചകൻ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് തേടുകയാണ്. സന്താന സൗഭാഗ്യമില്ലാതെ ദീർഘകാലം പരീക്ഷിക്കപ്പെട്ട പ്രവാചകൻ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. റബ്ബിലാ തദർനീ ഫർദാ, അല്ലാഹുവേ നീ എന്നെ ഏകനായി വിടരുതേ, ഒരു സന്താനത്തെ നൽകണം എന്ന് സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. ആ പ്രവാചകൻ തന്റെ സങ്കടങ്ങൾ റബ്ബുമായി പങ്കുവെക്കുന്നത് ഖുർആൻ മറ്റൊരു ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. 19-ാം അധ്യായം സൂറത്തു മറിയമിന്റെ ആദ്യ ഭാഗത്ത് സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സങ്കടങ്ങൾ റബ്ബിനോട് പറയാണ്. എന്താണ് സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്? റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി, റബ്ബേ എന്റെ എല്ലുകളെല്ലാം ദുർബലമായി, വസ്തഗല റഅ്സു ശൈബാ, മുടിയാണെങ്കിൽ നരച്ച് തിളങ്ങുന്ന അവസ്ഥയും എത്തി. ഇനി അദ്ദേഹത്തിന്റെ ഇണയെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ച് പറയുകയാണ്. വകാനത് ഇംറഅതി ആകിറ, അല്ലാഹുവേ എന്റെ ഭാര്യ ആകിറയാണ്. ആക്കിറ എന്ന് പറഞ്ഞാൽ പ്രസവിക്കാത്ത അസുഖമുള്ള സ്ത്രീകൾക്കാണ് ആക്കിറ എന്ന് പറയുക. അപ്പൊ അന്ന് ചികിത്സ നടത്തിയിരുന്ന ആളുകൾ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ ആക്കിറയാണ്, ഒരു കുഞ്ഞിന് ജന്മം നൽകുകയില്ല എന്ന് തീർത്തു പറഞ്ഞു ആളുകൾ. പ്രായമാകട്ടെ അങ്ങേ അറ്റത്തേക്ക് എത്തിയിട്ടുണ്ട്. അതാണ് എല്ലുകൾക്ക് ദുർബലത വന്നു എന്ന് പറയുന്നത്. റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി, റബ്ബേ എന്റെ എല്ലുകൾക്കെല്ലാം ബലം കുറഞ്ഞു. അപ്പോഴാണ് വടി കുത്തേണ്ടി വരിക. എല്ലിന് ബലം കുറയുമ്പോഴാണ് മറ്റൊരാളുടെ കൈ പിടിക്കേണ്ടി വരിക. നടക്കാൻ 1-2 ആളുകളുടെ സഹായം വേണ്ടി വരിക. അത്രയും പ്രായമായി. വസ്തഗല റഅ്സു ശൈബാ, മുടിയാണെങ്കിൽ നരച്ച് തിളങ്ങുന്ന അവസ്ഥയും എത്തി. ഇപ്പൊ തൊലികളൊക്കെ ചുക്കിച്ചൊളിഞ്ഞു, മുടികളെല്ലാം നരച്ച് തിളങ്ങി, എല്ലുകൾക്കെല്ലാം ബലം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ വയോവൃദ്ധനായി എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ തന്റെ ദുർബലതകൾ, തന്റെ പ്രയാസങ്ങൾ, തന്റെ സങ്കടങ്ങൾ റബ്ബിന്റെ മുമ്പിൽ പറഞ്ഞതിന് ശേഷം സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന വല്ലാത്തൊരു വർത്തമാനമുണ്ട്. വലമ്മക്കും ബിദുആഇക റബ്ബി ശഖിയ്യ, അല്ലാഹുവേ എന്റെ രക്ഷിതാവേ, ഇന്നേ വരെ നിന്നോട് ദുആ ചെയ്തിട്ട്, ഇന്നേ വരെ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല. ഇന്നേ വരെ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് മറുപടി ലഭിക്കുകയാണ്. യാ സക്കരിയ, ഓ സക്കരിയ, ഇന്നാ നുബശ്ശിറുക ബിഉലാം, നിനക്കിതാ ഒരു ആൺകുട്ടിയെ കുറിച്ച് ഞാൻ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഇസ്മുഹു യഹ്യ, ആ കുഞ്ഞിന്റെ പേര് യഹ്യ എന്നാണ്. ഒരു പ്രവാചകനായ സ്വാലിഹായ സന്താനത്തെ ആ പ്രായാധിക്യത്താൽ അവശത അനുഭവിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് പ്രദാനം ചെയ്യുകയാണ്. എന്തിനാണ് ഈ ചരിത്രം? സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അല്ലാഹു നൽകിയ പരീക്ഷണവും ആ പരീക്ഷണ ഘട്ടങ്ങളിൽ പ്രതീക്ഷ നിർഭരമായ മനസ്സോടെ നിരന്തരമായി റബ്ബിലേക്ക് പ്രാർത്ഥനയിലൂടെ ആ പ്രവാചകൻ അടുക്കുകയും ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുകയും ചെയ്ത ചരിത്രം എന്തിനാണ് ഖുർആൻ പറഞ്ഞു തരുന്നത്? വിവാഹം കഴിഞ്ഞു, കുട്ടികളും മക്കളും ഒക്കെ ആകേണ്ട സമയം കഴിഞ്ഞു, കാലം കഴിഞ്ഞു, പക്ഷേ മക്കളായില്ല. അവരെന്താ ചെയ്യേണ്ടത്? റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഏതുവരെ? അവസാന ശ്വാസം വലിക്കുന്നത് വരെയും ആ റബ്ബിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് മാനവ സമൂഹത്തിന് വഴികാട്ടിയായി, ജീവിതരേഖയായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു തന്ന വേദഗ്രന്ഥത്തിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി മാരകമായ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട പ്രവാചകനാണ് അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. ആ പ്രവാചകൻ നിരന്തരമായി റബ്ബിനോടാണ് തേടിയത് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ അധ്യായത്തിന്റെ പേര് അൽ അംബിയാ എന്നാണ്.
പ്രവാചകന്മാർ എന്നാണ് 21ാമത്തെ സൂറത്തിന്റെ പേര് തന്നെ. പ്രവാചകന്മാർക്ക് അല്ലാഹു നൽകിയ പരീക്ഷണങ്ങളും ആ പരീക്ഷണ ഘട്ടങ്ങളിൽ പ്രവാചകന്മാർ നടത്തിയ പ്രാർത്ഥനകളുമാണ് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി പഠിപ്പിക്കുന്നത്. അതിൽ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം രോഗബാധിതനായി കിടപ്പിലായപ്പോൾ, വർഷങ്ങളോളം രോഗശയിൽ കിടപ്പിലായപ്പോൾ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഖുർആൻ പഠിപ്പിക്കുകയാണ്. 21ാം അധ്യായം സൂറത്തുൽ അംബിയാഇന്റെ 83ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വ അയ്യൂബ ഇദ് നാദാ റബ്ബഹു, അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ നാഥനോട് ദുആ ചെയ്യുകയാണ്. അന്നീ മസ്സനിയൽ ദുർ, റബ്ബേ എനിക്കിതാ മാരകമായ രോഗം ബാധിച്ചിരിക്കുകയാണ്. വ അൻത അർഹമുർ റാഹിമീൻ, നീ കരുണ കാണിക്കുന്നവരിൽ അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനല്ലയോ. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം രോഗിയായി കിടന്നപ്പോൾ ആരോട് തേടി? റബ്ബിനോടാണ് തേടിയതെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്നാൽ എത്രയോ ആളുകളെ നമുക്കിന്ന് കാണാൻ കഴിയും. വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞ ശൈഖുമാരുടെ, തങ്ങന്മാരുടെ, ബീവിമാരുടെ മക്ബറുകൾ തേടി പോകുകയും അവിടെ പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുജൂദുകളും റുക്കൂകളും നിർവഹിച്ചുകൊണ്ട്, നുരുമ്പിയ എല്ലുകൾക്ക് മുമ്പിൽ പോയി സുജൂദുകളും റുക്കൂകളും നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദയനീയമായ ചിത്രമാണ് ഇന്ന് നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്, മാരകമായ രോഗം ബാധിച്ച അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം രോഗശമനത്തിന് വേണ്ടി, ശിഫക്ക് വേണ്ടി റബ്ബിനോടാണ് തേടിയത് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആദ്യ പ്രവാചകനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെയും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയക്കുന്നത് സ്വർഗ്ഗലോകത്തേക്കാണ്. എന്നാൽ വിലക്കപ്പെട്ട ഫലം പിശാചിന്റെ പ്രേരണക്ക് വശംവദരായി അവർ കഴിച്ചതിന്റെ പേരിൽ സ്വർഗ്ഗലോകത്തു നിന്ന് ഭൂമി ലോകത്തേക്ക് പറഞ്ഞയക്കപ്പെടുകയാണ്. തങ്ങളുടെ ഭാഗത്ത് വന്ന വീഴ്ചബോധ്യമായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും റബ്ബിനോട് തേടുകയാണ്. 7ാം അധ്യായം സൂറ അഅ്റാഫിന്റെ 23ാമത്തെ വചനത്തിൽ അവർ രണ്ടുപേരും നടത്തിയ പ്രാർത്ഥന ഖുർആൻ പഠിപ്പിക്കുകയാണ്. റബ്ബനാ ളലംനാ അൻഫുസനാ, റബ്ബേ ഞങ്ങളോട് തന്നെ ദുൽമ ചെയ്തു പോയി. വ ഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, റബ്ബേ നീ ഞങ്ങൾക്ക് പുറത്തു തരുന്നില്ല എങ്കിൽ, ഞങ്ങളോട് കരുണ കാണിക്കുന്നില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരിൽ ഉൾപ്പെട്ടു പോകും റബ്ബേ. ആദം അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോടാണ് തേടിയത്. ഇനി വിശുദ്ധ ഖുർആൻ ചില ബീവിമാരെ പരിചയപ്പെടുത്തുന്നുണ്ട്, ചില ഔലിയാക്കന്മാരെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ ബീവിമാരും ഔലിയാക്കന്മാരുമെല്ലാം റബ്ബിനോട് മാത്രമാണ് തേടിയത്. 66ാം അധ്യായം സൂറ തഹ്രീമിന്റെ 11ാമത്തെ ആയത്തിൽ ആസിയ ബീവി റളിയല്ലാഹു അൻഹ സ്വർഗാവകാശികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണമായി എടുത്തു പറഞ്ഞ 2 വനിതകളിൽ ഒരാളാണ് ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ. ആ ആസിയ ബീവി റളിയല്ലാഹു അൻഹ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദഅവത്തിന്റെ ഫലമായി കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ആ വിവരമറിഞ്ഞ ഫറോവയും കൂട്ടാളികളും ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ ശരീരത്തിൽ മർമ്മസ്ഥാനങ്ങളിൽ ഇരുമ്പ് ദണ്ടുകൾ അടിച്ചു താഴ്ത്തി ക്രൂരമായി കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിലൂടെ ഇരുമ്പ് ദണ്ടുകൾ അടിച്ചു താഴ്ത്തുമ്പോ, മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ ആസിയ ബീവി റളിയല്ലാഹു അൻഹ ദുആ ചെയ്യുകയാണ്. റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, റബ്ബേ സ്വർഗ്ഗത്തിന്റെ ഒരു മൂലയിൽ നീ എനിക്കൊരു വീട് പണിതു തരണമേ. വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി, ഫിർഔനിൽ നിന്നും അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും അല്ലാഹുവേ നീ എന്നെ രക്ഷപ്പെടുത്തേണമേ. വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ജനങ്ങളുടെ ഈ ദുൽമിൽ നിന്ന്, അക്രമത്തിൽ നിന്ന് അല്ലാഹുവേ നീ എന്നെ രക്ഷപ്പെടുത്തേണമേ. നോക്കൂ നിങ്ങൾ, അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തി തന്ന അമ്പിയാക്കന്മാർ അവരുടെ വിഷമഘട്ടങ്ങളിൽ റബ്ബിനോട് മാത്രമാണ് തേടിയത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഭീവിമാർ അവർക്ക് വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ റബ്ബിനോട് മാത്രമാണ് അവർ തേടിയത് എന്ന് കൃത്യമായി ഖുർആനിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി നിത്യജീവിതത്തിൽ ഒരു മുസ്ലിം പ്രാർത്ഥിക്കേണ്ട ധാരാളക്കണക്കിന് പ്രാർത്ഥനകളുണ്ട്. ഓരോ പ്രാർത്ഥനകളും പരിശോധിക്കൂ, റബ്ബിനോട് മാത്രമാണ് പ്രാർത്ഥനകൾ. പള്ളിയിലേക്ക് കയറുമ്പോൾ അല്ലാഹുമ്മ അഫ്തഹ് ലീ അബ്വാബ റഹ്മതിക, അല്ലാഹുവേ കാരുണ്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് വേണ്ടി നീ തുറന്നു തരണമേ. അല്ലാഹുവിനോടാണ് തേട്ടം.
ഇനി പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക, അല്ലാഹുവേ നിന്റെ ഔദാര്യത്തിൽ നിന്ന് ഞാൻ നിന്നോട് തേടുകയാണ്. പുറത്തിറങ്ങുമ്പോൾ അല്ലാഹുമ്മ, അല്ലാഹുവേ എന്നാണ്. ഇങ്ങനെ ഏതെല്ലാം പ്രാർത്ഥനകൾ ഏതെല്ലാം സന്ദർഭങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ആ പ്രാർത്ഥനകൾ തുടക്കങ്ങൾ പരിശോധിച്ചാൽ ഒന്നുകിൽ കാണാൻ കഴിയും അല്ലാഹുമ്മ, അല്ലാഹുവേ, അല്ലെങ്കിൽ റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, അല്ലെങ്കിൽ റബ്ബി എൻ്റെ രക്ഷിതാവേ. ഇങ്ങനെ റബ്ബിനോടുള്ള തേട്ടമല്ലാതെ പരിശുദ്ധ പ്രമാണങ്ങളിൽ മറ്റൊരാളോടുമുള്ള തേട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന ആ ആദർശമാണ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്ത ആശയമാണ്, ആദർശമാണ് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടത്. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് അള്ളാഹു പോരെ? അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാഹിന്റെ ചോദ്യമാണ്, അടിമക്ക് അല്ലാഹു പോരെ? അത് അല്ലാഹു പോരാ എന്നുള്ളതാണെങ്കിൽ അവരാണ് ജാറങ്ങളിലും മക്കുബറകളിലും നൂലുകളിലും ഏലസുകളിലും ചരടുകളിലും ഒക്കെ തവക്കുൽ ചെയ്യുക. വിശ്വാസികളുടെ ബാധ്യത വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്നവരാണവർ. ഒരു രോഗം ബാധിച്ചു, നമ്മൾ ചികിത്സ നടത്തുന്നു, നമ്മൾ ആരിൽ തവക്കുൽ ചെയ്യണം? അല്ലാഹുവിൽ തവക്കുൽ ചെയ്യണം. എന്നാൽ ചില ആളുകൾ നൂലുകളും ചരടുകളും ഏലസുകളും ഒക്കെ കഴുത്തിലും മരയിലും കൈത്തണ്ടയിലും ഒക്കെ കെട്ടുകയാണ്. ആ രോഗം ഈ ചരട് മാറ്റിക്കൊടുക്കുമെന്ന അബദ്ധവിശ്വാസമാണ്. ജാറങ്ങൾ കയറി ഇറങ്ങുമ്പോൾ ആ മക്കുബറകളിൽ അന്ത്യവിശ്രമം കൊണ്ടിരിക്കുന്ന ആളുകൾ ഇവർക്ക് രോഗശമനം നൽകും, ഇവർക്ക് ഐശ്വര്യം നൽകും, ഇവർക്ക് മക്കളെ നൽകും എന്ന അബദ്ധമായ വിശ്വാസം അവരുടെ മനസ്സുകളിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ദീൻ പഠിക്കേണ്ടത് ഏതെങ്കിലും ഉസ്താദുമാരിൽ നിന്നല്ല. നമ്മൾ മതം പഠിക്കേണ്ടത് ഏതെങ്കിലും സംഘടനകൾ എന്തു പറയുന്നു എന്ന് പരിശോധിച്ചല്ല. നമ്മൾ ദീൻ പഠിക്കേണ്ടത് അള്ളാന്റെ ഖുർആനിൽ നിന്നാണ്, പ്രവാചക വചനങ്ങളിൽ നിന്നാണ്. എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ അതിലേക്ക് മടക്കിയാൽ നിങ്ങളുടെ സംശയങ്ങൾ തീരും എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അള്ളാന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുന്നതിൻ്റെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് തൻ്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക്, തൻ്റെ പ്രിയപ്പെട്ട സമൂഹത്തിന് നൽകിയ ശ്രദ്ധേയമായ വസിയത്തുണ്ട്. തറക്തു ഫീക്കും അംറൈൻ, രണ്ടു കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ യാത്ര ചോദിക്കുകയാണ്. ലൻ തദില്ലു മാ തമസക്തും ബിഹിമാ, അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന കാലത്തോളം നിങ്ങൾ ഒരിക്കലും വഴിതെറ്റി പോവുകയില്ല. കിതാബല്ലാഹ്, ഒന്നാമതായി പ്രവാചകൻ പഠിപ്പിച്ചത് അള്ളാന്റെ കിതാബാണ്, ഖുർആനാണ്. വസുന്നത നബിയിഹി, പ്രവാചകന്റെ ചര്യമാണ്. ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്, ഫഇൻ തനാസഅതും ഫീ ശൈഇൻ, മതപരമായ വിഷയങ്ങളിൽ നിങ്ങൾ ഭിന്നാഭിപ്രായക്കാരാണോ, വ്യത്യസ്ത അഭിപ്രായക്കാരാണോ, ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, ആ അഭിപ്രായ വ്യത്യാസത്തെ അള്ളാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും നിങ്ങൾ മടക്കണം. അങ്ങനെ അള്ളാഹുവിലേക്കും പ്രവാചകരിലേക്കും നമ്മൾ മടക്കിയാൽ, ഖുർആനിലേക്കും സുന്നത്തിലേക്കും ഒരു തർക്ക വിഷയത്തെ മാറ്റിവെച്ചാൽ കൃത്യമായ ഉത്തരം ആ ആളുകൾക്ക് കണ്ടെത്താൻ കഴിയും എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ മരിച്ചുപോയ മഹാന്മാരായ ആളുകളെ ആരാധിക്കുന്ന മനുഷ്യരുണ്ടായിരുന്നു. പ്രവാചകന്മാരെ പോലും ആരാധിക്കുന്ന ആളുകളുണ്ടായിരുന്നു. ഇന്നും നമുക്ക് കാണാൻ കഴിയുമല്ലോ, കോടിക്കണക്കിന് മനുഷ്യർ ലോകത്ത് ഒരു പ്രവാചകനെ ആരാധ്യനായി സ്വീകരിച്ചിട്ടുണ്ട്. ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയെ വിളിച്ചു തേടുന്ന രൂപമുണ്ടാക്കി ആരാധിക്കുന്ന കാഴ്ച നമ്മുടെ നാടുകളിൽ പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ രൂപമുണ്ടാക്കി മറിയമിനെ ആരാധിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകൾ മറിയം ബീവിയോട് മാത്രമല്ല, ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയോട് മാത്രമല്ല, ഇബ്രാഹിം ഇസ്മായിൽ അലൈഹിമുസ്സലാത്തു വസ്സലാം ആ പ്രവാചകന്മാരുടെ രൂപങ്ങൾ ഉണ്ടാക്കി ആ പ്രവാചകന്മാരെ ആരാധിച്ചിരുന്നു. ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആരാധിച്ചിരുന്നു. ജിന്നുകളെയും മലക്കുകളെയും വിളിച്ച് തേടിയിരുന്നു അവിടെയുണ്ടായിരുന്ന ആളുകൾ. മക്കയിലെ പ്രബല 3 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ ഗോത്രങ്ങളുടെ വിശ്വാസം മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്നാണ്. മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ്.
അതുകൊണ്ട് അള്ളാന്റെ മക്കളോട് തേടിയാൽ അള്ളാഹുലേക്ക് അവർ നമ്മളെ അടുപ്പിച്ചു തരും. അതുകൊണ്ട് മലക്കുകളെ വിളിച്ച് തേടിയിരുന്ന മുശ്രിക്കുകളായ ആളുകൾ മക്കയിലുണ്ടായിരുന്നു. മരിച്ചുപോയ മൺമറഞ്ഞുപോയ അമ്പിയാക്കന്മാരോട് ഔലിയാക്കന്മാരോട് തേടിയിരുന്ന ആളുകൾ മക്ക മുശ്രിക്കുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. എന്തിനാണ് നിങ്ങൾ മരിച്ചവരോട് തേടുന്നത് എന്ന്, ഔലിയാക്കന്മാരായ ആളുകളോട് എന്തിനാണ് നിങ്ങൾ തേടുന്നത് എന്ന് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ചോദിച്ചപ്പോൾ 3 ഉത്തരങ്ങളാണ് അവർ പറഞ്ഞത്. നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കണം. 3 മറുപടികളാണ് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകൾ അള്ളാഹുവിന് പുറമെയുള്ള വ്യക്തികളോടും ശക്തികളോടും തേടാൻ അവർ തെളിവായി പറഞ്ഞത് 3 കാര്യങ്ങളാണ്. ആ 3 ന്യായീകരണങ്ങൾ തെറ്റായ ന്യായീകരണങ്ങളായിട്ടാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തേത് 43-ാം അധ്യായം സൂറത്ത് സുഹ്റഫിന്റെ 22-ാം വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ പറഞ്ഞിരുന്ന തെറ്റായ ന്യായീകരണം എടുത്തു പഠിപ്പിക്കുകയാണ്. ഇന്നാ വജദ്നാ ആബാഅനാ അലാ ഉമ്മത്തിൻ. ഇതാണ് ഒരു കാരണം അവർ പറഞ്ഞത്. മരിച്ചവരോട് തേടാൻ മക്കയിലുണ്ടായിരുന്ന ബഹുദൈവാരാധകരായ ആളുകൾ പറഞ്ഞ ഒന്നാമത്തെ ന്യായീകരണം ഇതാണ്. ഇന്നാ വജദ്നാ ആബാഅനാ അലാ ഉമ്മത്തിൻ. ഞങ്ങളുടെ കാക്ക കാരണവന്മാർ ഇങ്ങനെ ചെയ്യുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഞങ്ങളുടെ ഉപ്പമാരും വെല്ലിപ്പമാരും ഒക്കെ ഇങ്ങനെ മരിച്ചവരോട് തേടിയിരുന്നവരായിരുന്നു. അതുകൊണ്ട് ഞങ്ങളും മരിച്ചവരോട് തേടും. ഞങ്ങളും ഔലിയാക്കന്മാരോടും അമ്പിയാക്കന്മാരോടും സഹായാർത്ഥന നടത്തും. എന്താ നിങ്ങളുടെ ന്യായീകരണം? നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ അങ്ങനെയാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇത് തന്നെയാണ് ഇന്ന് കബറാളികളോട് തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളും കാരണം പറയുന്നത്. ഞങ്ങളുടെ ഉപ്പമാരും വെല്ലിപ്പമാരും ഒക്കെ ഈ ഒരു നിലപാടിലായിരുന്നു. ഈ ഒരു ആശയമാണ് ഞങ്ങൾക്ക് കൈമാറ്റം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അവരൊക്കെ ഏതൊരു നിലപാടിലായിരുന്നുവോ ആ നിലപാടിലാണ് ഞങ്ങളും ഉണ്ടാകുക എന്നാണ് ഇന്നത്തെ ആളുകളും ശിർക്ക് ചെയ്യുന്ന ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ തെറ്റായ ന്യായീകരണം ഖുർആൻ പഠിപ്പിക്കുന്നത് 39-ാം അധ്യായം സൂറത്തു സുമറിന്റെ 3-ാമത്തെ ആയത്തിൽ. അതിലെ പ്രയോഗങ്ങൾ ശ്രദ്ധേയമാണ്. നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ. അള്ളാഹുവിന് പുറമെ ഔലിയാക്കന്മാരെ സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ, അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അവരെ കുറിച്ച് അള്ളാഹു പച്ചയായി കൃത്യമായി പഠിപ്പിക്കുകയാണ്. ആ മുശ്രിക്കുകളായ ആളുകളുടെ തെറ്റായ പിഴച്ചമായ ന്യായവാദം എന്തായിരുന്നു? മാനഅബുദുഹും, ഞങ്ങൾ അവർക്ക് ഇബാദത്തുകൾ ചെയ്യുന്നില്ല, ഞങ്ങൾ ഔലിയാക്കന്മാരോട് തേടുന്നില്ല. എന്തിനല്ലാതെ? ഇല്ലാ ലിയുഖരിബൂനാ ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിച്ചു തരാനല്ലാതെ ഞങ്ങൾ അവരോട് തേടുന്നില്ല. ഇതാരാ പറഞ്ഞത്? മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകൾ. എന്താ പറഞ്ഞത്? ഞങ്ങൾ ഔലിയാക്കന്മാരോട് തേടുന്നത് അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ അബൂജഹലും കൂട്ടരും അല്ലാഹുവിനോട് തേടിയവരായിരുന്നു. എന്നാൽ അല്ലാഹു അല്ലാത്തവരോടും അവർ തേടും. എന്തിനാണ് അല്ലാഹു അല്ലാത്തവർ അവരോട് തേടിയാൽ, അമ്പിയ ഔലിയാക്കന്മാരോട് തേടിയാൽ അവർ ഞങ്ങളെ അല്ലാഹുവിലേക്ക് അടുപ്പിച്ചു തരും. അതിനാണ് ഞങ്ങൾ അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരോടും തേടുന്നത് എന്നതാണ് മക്ക മുശ്രിക്കുകളായ ആളുകൾ പറഞ്ഞിരുന്ന രണ്ടാമത്തെ തെറ്റായ ന്യായീകരണം. മൂന്നാമത്തെ തെറ്റായ ന്യായീകരണം 10-ാം അധ്യായം സൂറത്തു യൂനുസ് 18-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, ഇവർ അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് നടത്തും. മരിച്ചവരോട് തേടിയാൽ അവർ ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് നടത്തും എന്നാണ്. മുഹമ്മദ് നബിയോട് തേടിയാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയും. ആ ശഫാഅത്തിന് വേണ്ടി നബിയോടല്ല തേടേണ്ടത്. ആ ശഫാഅത്ത് കിട്ടാൻ റബ്ബിനോടാണ് നമ്മൾ തേടേണ്ടത്. പ്രവാചകന്റെ ശഫാഅത്ത് റബ്ബേ എനിക്ക് നൽകണം, എനിക്ക് ലഭിക്കണം എന്ന് റബ്ബിനോടാണ് തേടേണ്ടത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവനാഡിയേക്കാൾ അടുത്തവനാണ്. അള്ളാഹു അങ്ങനെയല്ലേ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തന്നത്? വലഖദ് ഖലഖനൽ ഇൻസാൻ, തീർച്ചയായും നാമാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, മനുഷ്യന്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വരെ നാം അറിയുന്നു. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, അവന്റെ ജീവനാഡിയേക്കാൾ, അവന്റെ കണ്ടനാഡിയേക്കാൾ അവനുമായി ഞാൻ ചേർന്നു നിൽക്കുന്നവനാണ്.
ഇങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. അള്ളാഹു നമ്മുടെ ജീവനാഡിയേക്കാൾ നമ്മളുമായി ചേർന്ന് നിൽക്കുന്നവനാണ്. ഇത്ര അടുത്തുള്ള നമ്മുടെ ഹൃദയത്തിന്റെ വികാരങ്ങൾ വരെ വരെ അറിയാൻ കഴിയുന്ന റബ്ബിലേക്ക് ഒരു കാര്യം പറയാൻ രാജ്യങ്ങൾക്കപ്പുറത്ത് അന്ത്യവിശ്രമം കൊണ്ടിരിക്കുന്ന ശൈഖന്മാരോടും തങ്ങന്മാരോടും ഹോജമാരോടും തേടേണ്ട ആവശ്യമുണ്ടോ? മനസ്സിരുത്തി അള്ള തന്ന ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നമ്മുടെ നാടുകളിൽ നിന്ന് എവിടേക്കെല്ലാമാണ് ആളുകൾ വിളിച്ചു തേടുന്നത്? ഇറാഖിലെ ബാഗ്ദാദ് പട്ടണത്തിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അകലെ നൂറ്റാണ്ടുകൾക്കും ഈ ലോകത്തോട് വിട പറഞ്ഞ് അന്ത്യവിശ്രമം കൊണ്ടിരിക്കുന്ന ഇറാഖിലെ ബാഗ്ദാദിന്റെ മണ്ണിൽ അന്ത്യവിശ്രമം കൊണ്ടിരിക്കുന്ന മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലയോട് നമ്മുടെ നാടുകളിൽ നിന്ന് ആളുകൾ വിളിച്ചു തേടുകയാണ്. മുഹ്യിദ്ദീൻ ശൈഖെ കാക്കണേ, മമ്പുറം തങ്ങളെ രക്ഷിക്കണേ എന്ന് അല്ലാഹുവല്ലാത്ത പടപ്പുകളോട്, അള്ളാന്റെ ഔലിയാക്കന്മാരോട് തേടുന്ന ദയനീയമായ കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. ബദരീങ്ങളെ കാക്കണേ എന്ന വിളികൾ നമ്മുടെ നാടുകളിൽ വ്യാപകമാണ്. നമ്മൾ കാക്കാൻ തേടേണ്ടത് റബ്ബിനോടല്ലേ? അല്ലാഹുവേ കാക്കണേ എന്ന് റബ്ബിനോട് തേടേണ്ടതിന് പകരം ബദരീങ്ങളെ കാക്കണേ എന്ന് ബദർ യുദ്ധത്തിൽ ശുഹദാക്കളായ ആളുകളോട്, സ്വഹാബിമാരോട് ആളുകൾ നമ്മുടെ നാടുകളിൽ നിന്ന് വിളിച്ചു തേടുകയാണ്. റമദാൻ 17 രാവിൽ പല പള്ളി മിനാരങ്ങളിലൂടെയും നമ്മൾ കേൾക്കുകയാണ്, ബദരീങ്ങളെ എന്ന് നിങ്ങൾ വിളിച്ചോളൂ എന്ന ആഹ്വാനം കേൾക്കുകയാണ്. വളരെ മനോഹരമായ ശൈലിയിൽ, ഈണത്തിൽ ബദർമാല ആലപിക്കുന്നതായി നമുക്ക് കേൾക്കാൻ കഴിയും. പുണ്യരാവുകളിൽ, റമദാനിന്റെ മനോഹരമായ രാവുകളിൽ പള്ളി മിനാരങ്ങളിലൂടെ ആളുകൾ മൈക്ക് ഓൺ ചെയ്തുകൊണ്ട് ആഹ്വാനം ചെയ്യാറുണ്ട്. എന്താണ് ആ പാട്ടിന്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ? അതിന്റെ അർത്ഥം മനസ്സിലാക്കി ഖുർആനുമായി ചേർത്തു വെക്കുന്ന ഒരൊറ്റ മുസ്ലിമിനും ആ പാട്ട് പാടാനോ അത് കേട്ടാസ്വദിക്കാനോ കഴിയില്ല. എന്താണ് ആ വരികൾ? എന്താണ് ഈ രൂപത്തിൽ അല്ലാഹുവല്ലാത്തവരോട് തേടുന്ന വരികളാണ് നമുക്കതിൽ കാണാൻ കഴിയുന്നത്. ബദർമാല ഇങ്ങനെ പാടി നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. യമൻ ബിഹി ഹല്ലറദാ വമൻ ബിഹമ്മിൻ നകിദാ കുൽനാദിയൻ മുസ്തൻജിദാ യാ അഹ്ല ബദ്ര ശുഹദാ. ജീവിതത്തിൽ രോഗങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അവർ ഉത്തരം ലഭിക്കുമെന്ന വിശ്വാസത്തോടു കൂടി വിളിച്ചു തേടട്ടെ. ആരെ വിളിച്ചു തേടാനാണ് പറയുന്നത്? യാ അഹ്ല ബദ്ര ശുഹദാ, ബദറിൽ ഷഹീദായ ശുഹദാക്കളെ എന്ന് നിങ്ങൾ വിളിച്ചു തേടിക്കോളൂ. ഇതാണ് പള്ളി മിനാരങ്ങളിലൂടെ ജനങ്ങളോട്, പാവപ്പെട്ട സാധുക്കളായ മനുഷ്യരോട് ആഹ്വാനം ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ? ബദരീങ്ങളെ കാക്കണേ എന്ന് നിങ്ങൾ തേടിക്കോളൂ എന്ന് അള്ളാനെ മാത്രം ആരാധിക്കാൻ വേണ്ടി പണിതിട്ടുള്ള പള്ളി ഭവനങ്ങളിൽ നിന്ന് പോലും ഉയർന്നു കേൾക്കുന്ന ശബ്ദമാണ്. പള്ളികൾ ആരുടേതാണ്? അള്ളാഹുവിൻ്റെതാണ്. ഖുർആൻ പഠിപ്പിക്കുകയാണ്, വഅന്നൽ മസാജിദല്ലാ, തീർച്ചയായും പള്ളികൾ അള്ളാഹുവിൻ്റേത് മാത്രമാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അള്ളാഹുവിന്റെ കൂടെ നിങ്ങൾ ഒരാളെയും വിളിച്ചു തേടരുത്. പള്ളികൾ അള്ളാന്റേതാണ്. അള്ളാഹുവിന്റെ കൂടെ നിങ്ങൾ ഒരാളെയും വിളിച്ചു തേടരുത്. അതേ പള്ളിയിൽ വെച്ചുകൊണ്ട് തന്നെ അല്ലാഹുവല്ലാത്ത ആളുകളോട് വിളിച്ചു തേടാൻ, ഔലിയാക്കന്മാരോട് തേടാൻ, ബദരീങ്ങളോട് തേടാൻ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന വേദനാജനകമായ കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കൃത്യമായി തിരുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഓരോ മുസ്ലിമിനുമുണ്ട്, ഓരോ മുജാഹിദ് പ്രവർത്തകർക്കുമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെയും ആക്ഷേപിക്കാനല്ല, ആരെയും കുറ്റപ്പെടുത്താനല്ല. നാളെ ആഖിറത്തിൽ അള്ളാന്റെ കോടതിയിൽ നമ്മൾ വിചാരണക്ക് വിധേയമാക്കപ്പെടുമ്പോൾ റബ്ബിന്റെ മുമ്പിൽ ഒറ്റക്ക് നിൽക്കുന്ന സമയത്ത് നമ്മുടെ നിലപാടുകളെ കുറിച്ച് റബ്ബ് ചോദിക്കും, നമ്മുടെ ആദർശത്തെ കുറിച്ച് റബ്ബ് ചോദിക്കും. ആദ്യത്തെ ചോദ്യം നമ്മുടെ വിശ്വാസത്തെ കുറിച്ചാണ്. അതിൽ പാളിച്ചകൾ സംഭവിച്ചാൽ റബ്ബിന്റെ കോടതിയിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. പിന്നെ ഒരമലും ഫലപ്പെടുകയില്ല. എല്ലാ അമലുകളെയും അത് തകർത്ത് കളയുമെന്നാണ്. ആദർശ വിശുദ്ധി ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞിടത്ത് നിൽക്കാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത് നിലപാടായി സ്വീകരിക്കാൻ മുഅ്മിനീങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആളുകളെ കുറിച്ച് പലരും, എതിരാളികളായ ആളുകൾ പറയാറുള്ളത് അവർക്ക് മൗലിദില്ലാത്ത ആളുകളാണ്.
മങ്കൂസ് മൗലിദ് പോലും ചെല്ലാൻ മടി കാണിക്കുന്നവരാണവർ എന്ന് മുജാഹിദുകളായ ആളുകളെ കുറിച്ച് പലരും ആക്ഷേപിച്ചുകൊണ്ട് പറയാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഇത്തരത്തിലുള്ള നൂലാമാലകളെ ഒഴിവാക്കുന്നത്? എന്തിനാണ് മങ്കൂസ് മൗലിദ് ആലപിക്കാതിരിക്കുന്നത്? അത് ചൊല്ലാൻ അറിയാഞ്ഞിട്ടല്ല, മങ്കൂസ് മൗലിദ് ചൊല്ലാൻ അറിയാഞ്ഞിട്ടല്ല. പിന്നെ എന്തുകൊണ്ടാണ് അത് ചൊല്ലാത്തത്? അത് ചൊല്ലിയാൽ റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഖുർആൻ പഠിപ്പിച്ച 100 കണക്കിന് ആയത്തുകൾക്ക് എതിരായ വരികളാണ് മങ്കൂസ് മൗലിദിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ മുഖവുരയിൽ തന്നെ ധാരാളക്കണക്കിന് അബദ്ധങ്ങളാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മങ്കൂസ് മൗലിദ് എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കതിൽ കാണാൻ കഴിയും, അല്ലാഹു വല്ലദീ തവസ്സല ബിഹി ആദം അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകന്റെ ഒളി കൊണ്ടാണ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒളിയെ തവസ്സുലാക്കിക്കൊണ്ടാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് തേടിയത്. ഫഫ്തഖറ ബികൗനിഹി വാലിദാ, അദ്ദേഹത്തിന്റെ പിതാവായതിൽ പ്രവാചകൻ ആദം അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകന്റെ പിതാവായതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. ഇതാണ് മങ്കൂസ് മൗലിദിന്റെ തുടക്കത്തിൽ മുഖവുരയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ആദം അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവസ്സുലാക്കി എന്നാണ് മങ്കൂസ് മൗലിദ് ആലപിക്കുന്നവൻ പറയുന്നത്. എന്നാൽ ഇത് മഹാ അബദ്ധമാണ് എന്ന് ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദം അലൈഹി സ്വലാത്തു വസ്സലാം വിലക്കപ്പെട്ട ഫലം കഴിച്ചതിന്റെ പേരിൽ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയക്കപ്പെട്ടപ്പോ ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തൗബ ചെയ്യേണ്ട, റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ട വരികൾ അള്ളാഹു തന്നെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 37-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഫതലഖാ ആദമ മിർ റബ്ബിഹി കലിമാത്ത്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ രക്ഷിതാവിൽ നിന്ന് ചില പദങ്ങൾ, ചില കിലിമാത്തുകൾ മനസ്സിലാക്കുകയാണ്, സ്വീകരിക്കുകയാണ്. ഫതാബ അലൈഹി, ആ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആദം അലൈഹി സ്വലാത്തു വസ്സലാം തൗബ ചെയ്യുകയാണ്. ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം, അല്ലാഹു തൗബയേറെ സ്വീകരിക്കുന്നവനാണ്, അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനാണ്. ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തൗബ ചെയ്യാനുള്ള വാചകങ്ങൾ, കെലിമാത്തുകൾ ആരാ പഠിപ്പിച്ചു കൊടുത്തത്? അള്ളാഹുവാണ് പഠിപ്പിച്ചു കൊടുത്തത്. ഇനി ഏതായിരുന്നു ആ കെലിമാത്തുകൾ? ആദം അലൈഹി സ്വലാത്തു വസ്സലാം പാപമോചന തേട്ടം നടത്തിയ ആ കെലിമാത്തുകൾ, ആ പദങ്ങൾ ഏതായിരുന്നു? 7-ാം അധ്യായം സൂറ അഅറാഫിന്റെ 73-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഖാല, അവർ രണ്ടുപേരും പ്രാർത്ഥിക്കുകയാണ്, പറയുകയാണ്, റബ്ബനാ ളലംനാ അൻഫുസനാ, റബ്ബേ ഞങ്ങളോട് തന്നെ ദുൽമ ചെയ്തു പോയി. വ ഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, റബ്ബേ നീ ഞങ്ങൾക്ക് പുറത്തു തരുന്നില്ലെങ്കിൽ, അല്ലാഹുവേ നീ ഞങ്ങളോട് കരുണ കാണിക്കുന്നില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും. അല്ലാഹ് ആരോടാ തേടിയത്? റബ്ബിനോട്. ഇതിലെവിടെയാണ് പ്രവാചകനെ മധ്യവർത്തിയാക്കിയത്? ഇത് ഖുർആൻ കൃത്യമായി പറഞ്ഞു തരുന്ന കാര്യമാണ്. നിങ്ങൾ മുജാഹിദുകളായ ആളുകൾ, മുജാഹിദ് പണ്ഡിതന്മാർ തയ്യാറാക്കിയ പരിഭാഷകൾ പരിശോധിക്കണ്ട, മുജാഹിദുകൾ തയ്യാറാക്കിയ തഫ്സീറുകൾ നിങ്ങൾ വായിക്കണ്ട. അല്ലാത്ത ആളുകൾ, നിങ്ങൾ അംഗീകരിക്കുന്ന ആളുകൾ തയ്യാറാക്കിയിട്ടുള്ള പരിഭാഷകൾ ധാരാളമുണ്ട്, തഫ്സീറുകൾ ധാരാളമുണ്ട്. അത് പരിശോധിക്കൂ. എന്താണ് ഈ ആയത്തിന് അർത്ഥം നൽകിയതെന്ന് പരിശോധിക്കൂ. 7-ാം അധ്യായം സൂറ അഅറാഫ് 23-ാമത്തെ ആയത്തിലാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമയും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും ഇസ്തിഗ്ഫാർ നടത്തിയ, പാപമോചന തേട്ടം നടത്തിയ പ്രാർത്ഥന. ആ ഇസ്തിഗ്ഫാർ ഈ ഭാഗത്താണ്. അഅറാഫിന്റെ 23-ാമത്തെ ആയത്തിലാണ് ഖുർആൻ പഠിപ്പിച്ചത്. അതിൽ നേർക്ക് നേരെ റബ്ബിനോട് തേടിയതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. റബ്ബനാ ളലംനാ അൻഫുസനാ, റബ്ബേ ഞങ്ങളോട് തന്നെ ദുൽമ ചെയ്തു പോയി. റബ്ബനാ എന്ന് പറഞ്ഞ് നേർക്ക് നേരെ റബ്ബിനോടാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം തേടിയതെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് മങ്കൂസ് മൗലിദിനെ നമ്മൾ വലിച്ചെറിയുന്നത്. അത് സ്വീകരിക്കരുത്, അത് പാടരുത്, ഓതരുത് എന്ന് പറയാനുള്ള കാരണം അല്ലാഹു പഠിപ്പിച്ച ആയത്തുകൾക്ക് എതിരായ വരികളാണ് അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. തീർന്നില്ല. വസ്തഗാസ ബിഹി നൂഹുൻ ഫനജാ മിനർ റദാ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനെ മധ്യവർത്തിയാക്കിക്കൊണ്ട് അല്ലാഹുവിനോട് തേടുകയാണ്. അതുകൊണ്ടാണ് നാശത്തിൽ നിന്ന് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ടത്. ഇത് എവിടെയുള്ളത് ഈ സംഭവം?
മങ്കൂസ് മൗലിദിന്റെ തുടക്കത്തിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇടയാളനായി വെച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. എന്നാൽ ഖുർആൻ പഠിപ്പിക്കുകയാണ്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു പറയുന്നു 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ 28, 29 വചനങ്ങൾ, ഫഇദസ്തവൈത അൻത വമൻ മഅക അലൽ ഫുൽക്. നൂഹ് നബിയോട് അല്ലാഹു പറയുന്നു, നീയും താങ്കളുടെ കൂടെയുള്ളവരും കപ്പലിൽ കയറി ശരിപ്പെട്ടാൽ ഫഖുലിൽ ഹംദുലില്ലാഹില്ലദീ നജ്ജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ. ഇപ്രകാരമാണ് പറയേണ്ടത്, അൽഹംദുലില്ലാ, സർവസ്തുതിയും അല്ലാഹുവിനാണ്, അല്ലദീ നജ്ജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയ അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും എന്ന് പറയണം. വഖുൽ, നീ ഇപ്രകാരം പ്രാർത്ഥിക്കണം, റബ്ബി അൻസിൽനീ മുൻസലം മുബാറക, അല്ലാഹുവേ അനുഗ്രഹീതമായ ഒരു സ്ഥലത്ത് നീ ഞങ്ങളെ ഇറക്കിത്തരേണമേ. റബ്ബി അൻസിൽനീ, റബ്ബേ നീ ഇറക്കിത്തരേണമേ. ആരോടാ തേടിയത്? ആരോടാ തേടിയത്? റബ്ബിനോട് നേർക്ക് നേരെയാണ് തേടിയത്. റബ്ബേ, റബ്ബി അൻസിൽനി, എൻ്റെ റബ്ബേ നീ എനിക്ക് എന്നെ ഇറക്കിത്തരേണമേ, മുൻസലം മുബാറക്ക, അനുഗ്രഹീതമായ ഒരു സ്ഥലത്ത്. റബ്ബിനോട് നേർക്ക് നേരെ എൻ്റെ റബ്ബേ എന്ന് പറഞ്ഞാണ് തേടിയത്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മധ്യവർത്തിയാക്കിയതായി ഖുർആൻ പഠിപ്പിക്കുന്നില്ല. നേർക്ക് നേരെ അള്ളാഹുവിനോട് തേടിയതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. തീർന്നില്ല, വകാന ഫീ സുൽബി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം പ്രവാചകന്റെ മുതുകിലും പ്രവാചകന്റെ ഒളിയുണ്ടായിരുന്നു. എപ്പോഴ്? ഹീന ഉൽഖിയ ഫിന്നാർ, അഗ്നികുണ്ഡത്തിലേക്ക് ഇസ്ലാമിന്റെ എതിരാളികളായ ആളുകൾ ആ പ്രവാചകന്റെ കൈകാലുകൾ ബന്ധിച്ചുകൊണ്ട് വലിച്ചെറിയുമ്പോ വകാന ഫീ സുൽബി ഇബ്രാഹിം, ഇബ്രാഹിം പ്രവാചകന്റെ മുതുകിൽ പ്രവാചകന്റെ ഒളിയുണ്ടായിരുന്നു എന്ന്. എന്നാൽ ഫഅദ വസ്വാറ ലഹ്ബുഹാ മുഹമ്മദ, അങ്ങനെ അതിന്റെ ജ്വാല അണഞ്ഞുപോയി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കരിച്ചു കളയാൻ, കൊന്നുകളയാൻ ഇസ്ലാമിന്റെ എതിരാളികളായ ആളുകൾ ഉണ്ടാക്കിയ ആ അഗ്നികുണ്ഡം, അതിലെ തീയ്, അതിന്റെ ജ്വാല അണഞ്ഞുപോയത് ഇബ്രാഹിം പ്രവാചകന്റെ മുതുകിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒളിയുണ്ടായത് കൊണ്ടാണ്. എന്നാൽ കൃത്യമായി 21-ാം അധ്യായം സൂറത്തുൽ അംബിയാ 68 മുതൽ 70 വരെയുള്ള ആയത്തുകളിലൂടെ എന്താണ് ആ ചരിത്രമെന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഖാലു, ഇസ്ലാമിന്റെ എതിരാളികളായ ആളുകൾ പറയുന്നു, ഹരികൂഹു വൻസുറു ആലിഹതകും ഇൻ കുൻതും ഫായിലീൻ. അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ എതിർപക്ഷത്തുണ്ടായിരുന്ന ആളുകളിൽ ലീഡർമാരായ ആളുകളുടെ അനുയായികളോട് പറഞ്ഞു, നിങ്ങൾ അവനെ കരിച്ചു കളയണം, നിങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ സഹായിക്കണം എന്ന് അവരുടെ ലീഡർമാരായ ആളുകൾ അവിടെ അനുയായികളോട് പറയുകയാണ്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി വിശദീകരിക്കുകയാണ്. ഖുൽനാ, ആ സമയത്ത് നാം പറഞ്ഞു ആരോട്? തീയിനോട്. യാ നാറു കൂനി, അല്ലയോ തീയേ നീ ആവണേ, ബർദം വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം പ്രവാചകന് തണുപ്പും സമാധാനവുമാകണേ. ഇബ്രാഹിം പ്രവാചകന് തണുപ്പും സമാധാനവുമാകണം. അപ്പോഴാണ് അത് തണുപ്പും സമാധാനവുമായത്. ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അള്ള തീയിന് നിർദ്ദേശം കൊടുത്തപ്പോൾ ആ തീയിന്റെ സ്വഭാവം മാറുകയാണ്. എന്നാൽ മങ്കൂസ് മൗലിദിലുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒളി ഇബ്രാഹിം പ്രവാചകന്റെ മുതുകിലുണ്ടായത് കൊണ്ടാണ് അതിന്റെ ജ്വാല അടഞ്ഞു പോയത്. ഏത് വിശ്വസിക്കണമെന്ന് നമ്മൾ ആലോചിക്കുക. ഖബറിൽ നമ്മൾ ഒറ്റക്കായിരിക്കും, അള്ളാന്റെ മുമ്പിൽ നമ്മൾ ഒറ്റക്കായിരിക്കും. ഇതിൽ ഏത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി അതിന്റെ മുഖവുര കഴിഞ്ഞാൽ, അതിന്റെ ഗദ്യഭാഗം കഴിഞ്ഞാൽ പിന്നെ പദ്യഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. അതിൽ നമുക്ക് കാണാൻ കഴിയും, റബ്ബിനോട് നേർക്കുനേരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേർക്കുനേരെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ കാണാൻ കഴിയും. പലപ്പോഴും നബിദിനാഘോഷ റാലികളിലൊക്കെ ആവേശത്തോടെ ആളുകൾ ഈ മങ്കൂസ് മൗലിദ് ചൊല്ലാറുണ്ട്. അതിലെ 2 വരികൾ, ഇർതകബതു അലൽ ഖാത്വ വൈറാഹ സുരിൻ വഅദദ് ലക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. തെറ്റ് എന്ന വാഹനത്തിന്റെ പുറത്ത് ഞാൻ കയറി. ഒരുപാട് തെറ്റുകൾ ചെയ്തു എന്നാണ് ആ പ്രയോഗം. വൈറാഹ സുരിൻ വഅദദ്, എണ്ണിയാൽ തീരുകയില്ല. മങ്കൂസ് മൗലിദ് പാടുന്നവൻ പറയാണ്, എണ്ണിയാൽ തീരാത്തത്ര തെറ്റുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്.
എന്നാൽ ആ തെറ്റുകൾ പുറത്തു കിട്ടാൻ ആരോടാ തേടുന്നത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, പ്രവാചകരിൽ ശ്രേഷ്ഠരായവരെ അങ്ങയോടിതാ ആ തെറ്റിന്റെ വിഷയത്തിൽ ഞാൻ ആവലാതി ബോധിപ്പിക്കുന്നു. ഇവിടെയാണ് മുജാഹിദുകൾ ഇടപെടുന്നത്. തെറ്റുകൾ സംഭവിച്ചാൽ ആരോടാ തേടേണ്ടത്? അബദ്ധങ്ങൾ സംഭവിച്ചു എന്ന ചിന്തയുണ്ടായാൽ, ആ തോന്നലുകൾ ഉണ്ടായാൽ ആരോടാണ് പാപമോചന തേട്ടം നടത്തേണ്ടത്? റബ്ബിനോടാണ്. ഖുർആൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അതിക്രമം കാണിച്ച എൻ്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരുന്നതാണ്. നിങ്ങൾ നിരാശപ്പെടേണ്ട എന്നാണ്. അള്ളാഹിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. നിങ്ങൾ റബ്ബിനോടാണ് തേടേണ്ടത്. ഇനി 3-ാം അധ്യായം സൂറ ആലു ഇമ്രാൻ. അവിടെ കൃത്യമായി സ്വർഗാവകാശികൾ ആരാണ്, അവരുടെ സവിശേഷതകൾ എന്താണെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതിൽ കൃത്യമായി അല്ലാഹു പഠിപ്പിക്കുകയാണ്, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ, അവർ മ്ലേച്ഛകരമായ വല്ല പ്രവർത്തനങ്ങളും ചെയ്തു പോയാൽ, ഔ ളലമു അൻഫുസഹും, അല്ലെങ്കിൽ സ്വന്തത്തോട് തന്നെ വല്ല അതിക്രമങ്ങളും ചെയ്തു പോയാൽ, ദക്കറുല്ലാഹ്, ഉടനടി അവർ അല്ലാഹുവിനെ ഓർക്കുന്നതാണ്. ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവരുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നതാണ്. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാൻ? വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാൻ? എന്നിട്ട് അല്ലാഹു പറയുന്നു, വലം യുസിറു അലാ മാ ഫഅലൂ വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ടവർ ആ തിന്മകളിൽ ഉറച്ചു നിൽക്കുകയില്ല. അബദ്ധങ്ങൾ സംഭവിച്ചു എന്ന് ബോധ്യമായാൽ ആ തിന്മയിൽ നിന്നും ഉടൻ മാറി നിൽക്കുകയും അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാറുകൾ ചെയ്ത് ആ തിന്മകൾക്ക് പരിഹാരം കാണണമെന്നാണ് കൃത്യമായി ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തെറ്റുകൾ സംഭവിച്ചാൽ റബ്ബിനോട് നേർക്കുനേരെ തേടണമെന്നും, അല്ലാഹു അല്ലാതെ പാപങ്ങൾ പൊറുക്കാൻ വേറെ ആരുമില്ല എന്നും, ആരാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാനായി വേറെ ആളുള്ളത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുമ്പോൾ മങ്കൂസ് മൗലിദ് ആലപിക്കുന്നവർ നേർക്കുനേരെ പ്രവാചകനോട് പാപമോചന തേട്ടം നടത്തുന്ന സങ്കടകരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എടുത്തു പറയുന്നത് അള്ളാഹുവിന്റെ ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. മുജാഹിദുകൾക്ക് പുതിയൊരാശയമല്ല പറയാനുള്ളത്. അള്ളാഹു പഠിപ്പിച്ച, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, അമ്പിയാക്കന്മാർ ഈ ലോകത്തിന് കൈമാറിയ സന്ദേശമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്, ഇസ്ലാഹി പ്രസ്ഥാനത്തിന് സമൂഹത്തോട് പറയാനുള്ളത്. നമ്മൾ തെളിവ് അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. അള്ളാഹുവിന്റെ ആയത്തുകളാണ് ആളുകളുടെ മുമ്പിൽ വെച്ചു കൊടുക്കുന്നത്. ആളുകൾക്ക് തീരുമാനിക്കാം, അള്ളാന്റെ ആയത്തുകൾ സ്വീകരിക്കണോ, ഖുർആൻ സ്വീകരിക്കണോ, പ്രവാചക വചനങ്ങൾ സ്വീകരിക്കണോ, അതല്ല ഇസ്ലാമിന്റെ എതിരാളികളായ ആളുകൾ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി എഴുതി തയ്യാറാക്കിയ, ആരിൽ നിന്നോ അച്ചാരം വാങ്ങി എഴുതി തയ്യാറാക്കിയ വാറോലകളാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്? നമ്മൾ പരിശോധിക്കുക. എല്ലാം തന്നത് റബ്ബാണെങ്കിൽ, ഈ മഹാപ്രപഞ്ചത്തെ സംവിധാനിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെങ്കിൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ അതെല്ലാം തരാമെന്ന് റബ്ബ് നമുക്ക് ഓഫർ നൽകിയിട്ടുണ്ടെങ്കിൽ, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ രക്ഷിതാപിതാ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് തേടൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് ഖുർആനിലൂടെ അല്ലാഹു നമുക്ക് ഓഫർ നൽകിയിട്ടുണ്ടെങ്കിൽ, ആ റബ്ബ് മതി നമുക്ക്. നുരുമ്പിയ എല്ലുകൾ വേണ്ട, മരിച്ചുപോയ മഹാന്മാരായ ആളുകൾ വേണ്ട, കല്ലുകൾ വേണ്ട, മരങ്ങൾ വേണ്ട, അതുപോലെ തന്നെ നൂലുകളോ ചരടുകളോ ഏലസുകളോ നമുക്ക് ആവശ്യമില്ല. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അല്ലാഹുവിന്റെ ചോദ്യം അതാണ്, നിങ്ങൾക്ക് അല്ലാഹു പോരെ, മതി ഞങ്ങൾക്ക്, അല്ലാഹു മതി എന്ന് പ്രതികരിക്കാൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്ക് കഴിയണം. ആ റബ്ബിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട്, ആ റബ്ബിനോട് തേടി, ആ റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ച് സഹായാർത്ഥന നടത്തിയാണ് നമ്മൾ ഈ ലോകത്തോട് വിട പറയുന്നതെങ്കിൽ, തീർച്ചയായും പോകാനുള്ളത് മനോഹരമായ സ്വർഗ്ഗലോകത്തേക്കാണ്. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും അവസാന ശ്വാസം വലിക്കുന്നത് വരെയും റബ്ബിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് റബ്ബിനോട് മാത്രം തേടുന്ന ആളുകളായി നമ്മൾ മാറുക. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് 17 തവണ നമ്മളെ കൊണ്ട് അല്ലാഹു പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നുണ്ട്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ,
നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായാർത്ഥന നടത്തുകയുള്ളൂ എന്ന് നമ്മളെ കൊണ്ട് 17 തവണ നിർബന്ധമായും 17 തവണ അള്ളാഹു പറയിപ്പിക്കുന്നുണ്ട്. ആ കരാറുകളോട് നീതി കാണിച്ചുകൊണ്ട് അന്ത്യശ്വാസം വലിക്കുന്നത് വരെയും ആ വാക്കുകളിൽ വീഴ്ച വരുത്താതെ ആ പ്രതിജ്ഞ ലംഘിക്കാതെ മുന്നോട്ട് പോകാൻ മുഅ്മിനീങ്ങളായ ആളുകൾക്ക്, മുഅ്മിനീങ്ങൾ എന്നുള്ള നിലക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ആത്മാർത്ഥമായി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക. പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നിന്നും നാം മനസ്സിലാക്കിയിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ കൃത്യമായി പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ആളുകളിലേക്ക്, ജനഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കാനുള്ള സന്മനസ് നമ്മൾ ഓരോരുത്തരും കാണിക്കേണ്ടതുണ്ട്. നിരന്തരമായ ദഅവാ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. തെറ്റായ രൂപത്തിൽ ദീനിനെ മനസ്സിലാക്കിയ ആളുകൾക്ക് സ്വർഗത്തിന്റെ വഴി കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അത് തിരിച്ചറിഞ്ഞ ആളുകൾ എന്നുള്ള നിലക്ക് നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഈ മഹാദൗത്യം നിർവഹിച്ചാൽ മാത്രമേ മരണാനന്തര ജീവിതത്തിൽ വിജയിക്കുന്ന വിശ്വാസികളുടെ ഗണത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധ്യമായി തീരുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹു നമ്മളിൽ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ വീഴ്ച വരുത്താതെ ഉത്തരവാദിത്വത്തോടുകൂടി കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയെങ്കിൽ അവസാന ശ്വാസം വലിക്കുമ്പോൾ സ്വർഗലോകത്തേക്കുള്ള വിളിയാളം കേട്ടുകൊണ്ട് സന്തോഷത്തോടുകൂടി മരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കും. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, നിന്റെ സുന്ദരമായ ദീൻ പഠിക്കുവാനും മനസ്സിലാക്കുവാനും പ്രചരിപ്പിക്കുവാനും വേണ്ടിയുള്ള ഞങ്ങളുടെ ഒരു പരിശ്രമം ഒരു വലിയ സൽക്രമമായി ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ മാരകമായ രോഗം കൊണ്ടും കടബാധ്യതകൾ കൊണ്ടും മറ്റും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട്. അള്ളാഹുവെ, അവരുടെയും ഞങ്ങളുടെയും മുഴുവൻ പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, മരണപ്പെടുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഏവർക്കും പ്രധാനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وآخر دعوانا أن الحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.